ചേട്ടാ ഹായ്. ആ പിന്നെ എനിക്ക് ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മഞ്ചേരി അതുപോലെ തന്നെ പുകവലി ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയോ രാജു ചേട്ടന്? മഞ്ചേരി പുകവലിയും തമ്മിലുള്ള വ്യത്യാസവും അറിയോ? അറിയത്തില്ല. ഇന്ന് ഇടയ്ക്കിടത്ത് നമ്മുടെ SMS കിട്ടുമ്പോൾ ഇഷ്ടംപോലെ SMS വന്നിട്ടല്ലോ. അപ്പൊ അതൊന്ന് എടുത്തൊന്ന് ഓണാക്കി നോക്ക്. ഏതാ? അന്ന് SMS ഒന്ന് വായിച്ചു നോക്കണം. SMS ഇപ്പൊ സ്ഥിരമായിട്ട് മഞ്ചേരി ആൻഡ് പുകവലി ഇതിനെ ആശ്രയിച്ചാണ് ഇപ്പൊ SMS എനിക്ക് കിട്ടിയ SMS മഞ്ചേരി ആൻഡ് വിവേക് വിവാഹിതരാകുന്നു എന്ന മെസ്സേജ്. അതല്ല പിന്നെ എന്താ വെച്ചാ മഞ്ചേരി പാടും പക്ഷെ പുകവലി പാടില്ല. ഈശ്വര, ഇപ്പോൾ ഉള്ള SMS ഇതാണ്. മഞ്ചേരി പാടും പുകവലി പാടില്ല എന്ന മഹത്തായ കാര്യം കണ്ടെത്തിയിരിക്കുകയാണ് അദ്ദേഹം. ശരി, എനിക്ക് മഞ്ചേരി ചേച്ചി ഒരു കാര്യം ചോദിക്കാനുള്ളത്, റിയാലിറ്റി ഷോസ് ഇപ്പൊ ഇഷ്ടം പോലെ ഉണ്ട്. റിയാലിറ്റി ഷോസിൽ അതുപോലെ തന്നെ പാട്ടിന് പരിസരത്താലും ഇഷ്ടം പോലെ ഉണ്ട്. അതിൽ നല്ല ടാലൻ്റ് ഉള്ള കുട്ടികളും ഉണ്ട്, ടാലൻ്റ് ഇല്ലാത്തവരുണ്ട്. പക്ഷേ ഇപ്പോൾ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ടാലൻറ്റ് ഓവറായിട്ടുള്ള അത് നല്ല രീതിയിൽ നല്ല ടാലൻ്റ് ഉള്ള കുട്ടികളൊക്കെ അടിയിലേക്ക് പോവും, ഒരു ആവറേജ് ഉള്ളവരൊക്കെ മുമ്പോട്ട് വരുവാണ് ചെയ്യണത്. ശരിക്കും ഒരു പാട്ടുകാരൻ്റെ ടൈപ്പ് ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോസിൽ മൂല്യനിർണ്ണയം ചെയ്യാൻ പറ്റുന്നതാണോ അല്ലയോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. റിയാലിറ്റി ഷോയിലെ ജഡ്ജ്മെന്റ് പേര്? എൻ്റെ പേര് കൃഷ്ണപ്രസാദ്. കൃഷ്ണപ്രസാദ്, എനിക്ക് തോന്നുന്നു സാധാരണ ഈ റിയാലിറ്റി ഷോസിലൊക്കെ കുട്ടികൾ വളരെ നല്ലോണം പാടുന്നവരാണ്. എല്ലാവരും തന്നെ വളരെ നല്ലോണം പാടുന്നവരാണ്. പക്ഷേ ഒരു റിയാലിറ്റി ഷോയിൽ പരാജയപ്പെട്ടത് കൊണ്ട് അയാളുടെ സംഗീത ജീവിതം അവിടെ അവസാനിക്കുന്നില്ല. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ. സംഗീത ജീവിതം അവസാനിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിൽ അയാൾക്ക് കിട്ടേണ്ടത് അതും ഒട്ടും ടാലന്റ് ഇല്ലാത്ത കുട്ടികൾക്ക് വെറുതെ നേടിക്കൊടുക്കുകയാണോ ചെയ്യുന്നതെന്നാണ് എൻ്റെ ചോദ്യം. അത് ജനങ്ങളുടെ SMS വഴിയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, ആണോ അല്ലയോ? നല്ല ടാലന്റ് ഇല്ലാത്തവരും അതുപോലെ വെറുതെ SMS കിട്ടി ഇങ്ങനെ പോകണ്ട. എന്നുവെച്ചാൽ മാതാപിതാക്കൾ ഓടി നടക്കുവാണ്, എല്ലാവരും മെസ്സേജ് അയക്കണം, മെസ്സേജ് കൊണ്ട് മാത്രം നിൽക്കുന്നതല്ല ഇങ്ങനൊരു ഈ ഒരു പ്രവണത. സഹോദര, നല്ലൊരു തല്ലരുത്, ഇരിക്കും. ഓക്കെ തല്ലാനല്ല പാട്ടുകാരോട് ചോദിച്ചാൽ പാട്ടുകാരുടെ കാര്യങ്ങൾ അറിയാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഞാൻ ചോദിക്കാം, വിശദമാകാം. കറക്റ്റാണ്. സംഗീതം എന്ന് പറയുന്നത് വളരെ അടിത്തറയുള്ള ഒരുപാട് പഠിക്കേണ്ട കാര്യമാണെന്നാണ് നമുക്കറിയാവുന്നത്. അപ്പം SMS ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും സംഗീതത്തിന്റെ ബേസിക്സ് പഠിച്ചിട്ടോ സംഗതികൾ പഠിച്ചിട്ടോ ഒന്നും ആയിരിക്കില്ല. അവർക്ക് പേഴ്സണലി ഇഷ്ടം തോന്നുന്ന ഒരാൾക്കായിരിക്കും SMS ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സംഗീതജ്ഞനെ അല്ലെങ്കിൽ ഒരു ഗായകനെ കണ്ടെത്തുന്നത് ഇത്തരത്തിലായിരിക്കണമോ? അത് മാത്രമല്ല, ഇങ്ങനെ കണ്ടെത്തുന്നവർ വളരുന്നു, സംഗീതം അറിയാവുന്നവർ, പെർഫോം ചെയ്യാൻ കഴിയാത്തവർ പിന്നിലേക്ക് പോകുന്നു. പാട്ട് നന്നായിട്ട് അറിയാൻ, പെർഫോം ചെയ്യാൻ അറിയാവുന്നവർ പിന്നിലേക്ക് പോകുന്നു. അവർക്ക് അവസരങ്ങൾ ഇല്ലാതാവുകയല്ലേ, അവരുടെ ലൈഫ് മുരടിച്ചു പോവുകയല്ലേ? ട്രെൻഡ് മാറിക്കൊണ്ടുവരികയാണ്. ഇന്നിപ്പോ ചുമ്മാ നിന്ന് പാടിക്കഴിഞ്ഞാൽ അത് ജനങ്ങൾ അത്രത്തോളം അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവർക്കൊരു പെർഫോമൻസ് കാണണം, ഒരു ഇഫക്റ്റ്. അങ്ങനെ ആരുടെയും പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല. കാരണം ഓരോരുത്തര് അവരവരുടെ രീതിയിലാണ് അവർ പെർഫോം ചെയ്യുന്നത്. ചിലവർക്ക് വെറുതെ നിന്ന് പാടാനായിരിക്കാം ഇഷ്ടം, ചിലവർക്ക് ഡാൻസ് ചെയ്ത് പാടാൻ ഇഷ്ടമായിരിക്കാം. അപ്പോൾ പെർഫോമൻസ് ഒരു മസ്റ്റ് അല്ല. പക്ഷെ എന്നാലും നമ്മൾക്ക് അവരുടെ പാട്ട് ഇഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ചും ജനങ്ങൾക്ക് അത്രയും എന്താ പറയുക, പാട്ട് കേട്ടാൽ അവർക്ക് മനസ്സിലാവും. അപ്പോൾ പെർഫോമൻസ് മാത്രമല്ല എന്നെനിക്ക് തോന്നുന്നു. നല്ല പാടുന്ന ആൾക്കാർക്ക് തന്നെയാണ് ഈ റിയാലിറ്റി ഷോസിൽ അവർ വിജയിക്കുന്നത്. ഇപ്പോൾ തന്നെ ഏത് ചാനൽ എടുത്ത് നോക്കിയാലും അതിൽ കണ്ടിട്ടുള്ളത് എടുത്തോളം നന്നായിട്ട് പാടുന്നവർക്ക് തന്നെയാണ് വിജയം കൈവന്നിരിക്കുന്നത്. പക്ഷെ അത് മാത്രമല്ല, വിജയിക്കാത്തവരായിട്ട് അങ്ങനെ നല്ല കഴിവുള്ളവരുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പുറത്ത് വന്നിരിക്കും. അവർക്ക് അത് ഒരാൾ വിചാരിച്ചാലും, അത് എൻ്റെ ജീവിതത്തിലുള്ള ഒരു അനുഭവം വെച്ച് ഞാൻ പറയാണ്, ജീവിതത്തിൽ നമുക്ക് കഴിവുണ്ടെങ്കിൽ അത് ഏത് ഫീൽഡായാലും ഈശ്വരാനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ, വിശ്വാസം കോൺഫിഡൻസും കൂടെ ഉണ്ടെങ്കിൽ ഒരാൾക്കും നമ്മളെ തടഞ്ഞു നിർത്താൻ പറ്റില്ല. മഞ്ജരി എന്ന ഗായികയ്ക്ക് എത്രത്തോളം കോൺഫിഡൻ്റ് ആണ് ഒരു പെർഫോമൻസ് ഇതുപോലൊരു റിയാലിറ്റി ഷോയിൽ പെർഫോം ചെയ്ത് ഒന്നാം സ്ഥാനത്തെത്തി? ഇപ്പോൾ ഗായിക എന്ന നിലയിൽ 2 പ്രാവശ്യം ഒന്നാം സ്ഥാനത്തെത്തി. ഒരു റിയാലിറ്റി ഷോയിലെ പെർഫോമൻസിലൂടെ ഒന്നാം സ്ഥാനത്തെത്താൻ താങ്കളെപ്പോൾ ഒരു ഗായിക പറ്റുമായിരുന്നു? അതിപ്പം ചിലപ്പോൾ ഞാൻ പെർഫോമൻസ് റൗണ്ടിലേക്ക് ഞാൻ പോയാൽ ചിലപ്പോൾ ഞാൻ പെർഫോം ചെയ്തേക്കും. അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. പക്ഷെ എന്നാലും കൂടുതലായിട്ട് നമുക്ക് റെസ്പോൺസിബിലിറ്റി കൂടി വരിക ചെയ്യുന്നത് ഇപ്പോൾ. അപ്പോൾ ഇനി ഇതൊരു കോമ്പറ്റീഷൻ ലെവലല്ല. ഞാനിപ്പോൾ കോമ്പീറ്റ് ചെയ്യുന്ന ഒരു ലെവലല്ല. നമ്മൾ കോമ്പറ്റീഷൻ ഒരുപാട് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഭാഗ്യവശാൽ ഞാൻ കോമ്പറ്റീഷന് പങ്കെടുത്ത സമയത്ത് ഡാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു.
ആ ശരി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്തരം മത്സരങ്ങൾക്ക് ബെസ്റ്റ് സിംഗർ എന്നുള്ളത് മാറ്റി ബെസ്റ്റ് പെർഫോമർ എന്നല്ലേ പേര് കൊടുക്കേണ്ടത്? അങ്ങനെ ഒരു ചിന്തയില്ലേ? നിങ്ങൾ ഗായകരാകുമ്പോൾ തീർച്ചയായും അതിനെ എതിർക്കാം. ഒരു ഗായകനെ മാത്രമല്ല അവർ എടുക്കുന്നത്, ഒരു പെർഫോമറെയാണ് അവർ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ബെസ്റ്റ് പെർഫോമർ എന്നല്ലേ ടൈറ്റിൽ കൊടുക്കുന്നത്? പ്രത്യേകിച്ചും ഇവർ സെലക്ട് ചെയ്യുന്നത് സിനിമയിലേക്ക് പാടാനല്ല. ഇറ്റ് ഈസ് എ റിയാലിറ്റി ഷോ. ഒരു ഷോയിന് പിന്നെ വേണ്ടത് പെർഫോമർ തന്നെയാണ്. അപ്പോൾ സിംഗർ എന്ന് പറഞ്ഞാൽ സിംഗർ പെർഫോം ചെയ്യുന്ന സിംഗർ. അപ്പോൾ റിയാലിറ്റി ഷോയിന് ആവശ്യമുള്ളത് പെർഫോം ചെയ്യുന്ന സിംഗറാണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ സിംഗർ ഈസ് സിംഗർ. അങ്ങനെയാണ് ബെസ്റ്റ് പെർഫോമിംഗ് സിംഗർ എന്നാക്കാൻ ഞാൻ ഇപ്പോൾ ശുപാർശ ചെയ്യുന്നതായിരിക്കും. പ്രതീക്ഷയിൽ ഈ ഷൗക്കത്ത് സാറിന്റെ ഫിലിംസ് ഒക്കെ കാണാറുണ്ടോ? തീർച്ചയായിട്ടും എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സാറിന്റെ 3 ചിത്രങ്ങൾ വന്നു. ഫസ്റ്റ് ഫിലിം പാട വന്നൊരു വിലാപം. അതിൻ്റെ അകത്തെ ഷാഹിന എന്ന കഥാപാത്രം ചിത്രത്തിലുടനീളം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രം. അതിനുശേഷം ദൈവനാമത്തിൽ വന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഭാവന ചെയ്ത കഥാപാത്രം എന്ന് വെച്ചാൽ ഒത്തിരി സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും അതൊക്കെ ഉള്ളിലൊതുക്കി പ്രകടിപ്പിക്കാത്തൊരു കഥാപാത്രം. അപ്പോൾ നമ്മൾ 2 കഥാപാത്രത്തെയും കമ്പയർ ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ആദ്യം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രം, ഒരു ഗ്രേഡ് പ്രൊമോഷൻ വന്നു. അതിനുശേഷം ഇപ്പോൾ വിലാപങ്ങൾക്കപ്പുറം ഫിലിം. ഇതിനകത്ത് നായിക എന്ന് പറയുന്നത് ഒത്തിരി ദുരന്തങ്ങളെ അതിജീവിച്ച്, അതായത് സമൂഹത്തോട് പൊരുതി സ്വന്തം ജീവിതം നേടിയെടുത്തൊരു നായിക, ദുരന്തങ്ങളെ അതിജീവിച്ച ഒരു നായികയാണ്. അപ്പോൾ ഒരു ഗ്രേഡും കൂടെ പ്രൊമോഷൻ വന്നു. വിൽ പവർ നേടിയ നായിക, പിന്നെ ജീവിതത്തെ വിജയിച്ച ഒരു നായിക. അടുത്തൊരു ഫിലിം സാറ് ചെയ്യുമ്പോൾ അതിലെ നായിക ഒരു ആക്ഷൻ ഹീറോയിൻ ആയിരിക്കും. സാറിന്റെ അടുത്ത സിനിമയിലെ നായിക വിജയശാന്തിയോ വാണി വിശ്വനാഥ് ആണോ എന്നുള്ളതാണ് ആ കുട്ടിക്ക് സംശയം. ആയിരിക്കാം. ഞാൻ ഒരു ആക്ഷൻ ഹീറോയിൻ വെച്ച് സിനിമ എടുക്കേണ്ടി വന്നാൽ അത്തരം ഒരു ജീവിതത്തിലെ ആക്ഷൻ പിന്നെ ഒരു തൈക്കൊണ്ടോ നടത്തുന്ന ബ്ലാക്ക് ബെൽറ്റ് ഉള്ള ഒരു പെൺകുട്ടിയെ കുറിച്ച് എനിക്ക് സിനിമ എടുക്കേണ്ടി വന്നാൽ അങ്ങനെയാവും സ്വാഭാവികമായിട്ടും. അത്തരം നടികളെ എനിക്ക് തിരഞ്ഞെടുക്കേണ്ടി വരും. പക്ഷേ എൻ്റെ കഥാപാത്രങ്ങൾ പാഠമെന്നൊരു വിലാപമാണെങ്കിലും ദൈവനാമത്തിലാണെങ്കിലും ഇത് രണ്ടും കരയുന്ന കഥാപാത്രങ്ങളായിരുന്നുവെങ്കിൽ ഇത് വിലാപങ്ങൾക്കപ്പുറത്തുള്ള ഒരു കഥയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ കഥാപാത്രത്തിന് കുറച്ചുകൂടി സ്ട്രെങ്ത് ഉണ്ടാകുന്നത്. ഇത് നേരെ മറ്റു രണ്ടും വിലപിക്കുന്ന കഥാപാത്രങ്ങളായിരുന്നു. ഇത് അതുകൊണ്ട് തന്നെ പേര് വിലാപങ്ങൾക്കപ്പുറമായത്. വിലപിച്ചാൽ മാത്രം വരെ പെൺകുട്ടി വിലപിച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല. ഇതിനെതിരെ ഒരു പ്രതിഷേധം, ഒരു പ്രതിരോധം, അതിനുള്ള ഊർജം ആവാഹിക്കുന്ന ഒരു പെൺകുട്ടി വേണം എന്ന് തോന്നൽ കൊണ്ടാണ് ഈ കഥാപാത്രം അത്രയും ശക്തമുള്ള ഒരു ക്യാരക്ടറാക്കി പിന്നീട് മാറിയത്. പ്രിയങ്ക ഇപ്പോൾ മനസ്സിലൊരു കാര്യം ഉറപ്പിച്ചു, കരാട്ടയും കുംഫും പഠിക്കാൻ. സാർ, അതൊരു ചോദ്യമാണ്. കാരണം 3 ചിത്രങ്ങൾ, സമാന്തര സിനിമകൾ നിർമ്മിക്കുകയും കഥ രചിക്കുകയും ചെയ്തു. അതിൽ നിന്ന് മാറി ചിന്തിക്കാനുള്ള സമയമായോ? ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ടിയുള്ള സമയമായോ? അല്ല, അത്തരം സിനിമകൾ ഇഷ്ടംപോലെ വരുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞ 3 കഥകളും ആരും പറയാൻ മടിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയേണ്ടി വന്നത്. ഞാൻ കേവലം ഒരു വിനോദത്തിന് മാത്രം സിനിമ എടുത്തതല്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ശക്തമായ മാധ്യമം സിനിമയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ സിനിമ എടുത്തത്. മറ്റൊരു ഇഷ്ടംപോലെ പറയുന്നുണ്ട്, അത് പറയട്ടെ.